നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചരിത്ര നിമിഷം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മോദി. പദ്ധതിക്ക് വേണ്ട തുക വിനിയോഗിച്ചതിൽ മുമ്പിൽ സംസ്ഥാന സർക്കാർ എന്ന കണക്കുകൾ സഹിതം പ്രസംഗത്തിൽ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി. വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷം മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ. ശനിയാഴ്ച വൈകിട്ട് മുതൽ തിരുനാൾ കാഴ്ചകൾ CCTVയിൽ തത്സമയം. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. സംഭവം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ. പരിക്കേറ്റ ഡ്രൈവർ കൊണ്ടയൂർ സ്വദേശി മുരളിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അണ്ടത്തോട് ബീച്ചിൽ അശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ അധികൃതരുടെ സാമ്പത്തിക താൽപര്യമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ. പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് UDF നേതാക്കൾ. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചത്. മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഓറിക്കൽ കുഡ്ഡേ श्री अनंत पद्मनाभ पांडे मणिलेक वरान साध तीर्थ दिल एनिक अतियाय സന്തോഷമുണ്ട. ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി. രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരത് സങ്കല്പത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തും. താൻ വിഴിഞ്ഞം തുറമുഖം കണ്ടു. ഇത്ര വലിയ തുറമുഖം ഗൗതം അദാനി കേരളത്തിൽ നിർമ്മിച്ചതിന് ഗുജറാത്തുകാർ അദ്ദേഹത്തോട് പിണങ്ങുമെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവായ പിണറായിയും ശശി തരൂരും ഇവിടെയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന്. ഇതാണ് മാറ്റമെന്ന് സ്വാഗത പ്രസംഗികനായ VN വാസവന്റെ പ്രസംഗത്തിലെ പരാമർശം ചൂണ്ടി പ്രധാനമന്ത്രി പരിഹസിച്ചു. സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നത് നല്ല കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും കേന്ദ്ര സർക്കാർ അതിവേഗം പൂർത്തിയാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പദ്ധതികളിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കും പ്രാഥമിക പരിഗണന നൽകി. നമ്മുടെ കേരളത്തിൽ ആളുകൾ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതിയും മന്ത്രി ജോർജ് കുര്യനും പങ്കെടുത്തു. പലതവണ തനിക്ക് മാർപ്പാപ്പയെ കാണാൻ അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹം അനുഭവിക്കാനായി. നമുക്കൊരുമിച്ച് കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത് എന്നു പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി VN വാസവൻ, MP-മാരായ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, MLA M വിൻസെന്റ്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു.
സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ ബസ് ഡ്രൈവർ കൊണ്ടയൂർ സ്വദേശി മുരളിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂരിൽ നിന്നും ഓട്ടുപാറയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സിലെ ഡ്രൈവറാണ് കാറിലെത്തിയ സംഘം സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാഞ്ഞിരക്കോട് സെന്ററിൽ വെച്ച് മർദ്ദിച്ചത്. ബസ് റോഡിൽ നിർത്തിയിട്ടതിനെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി. മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായാണ് വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ അതിരൂപതയിലെ 10 നവവൈദികരുടെ കാർമ്മികത്വത്തിൽ പ്രസിദ്ധി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. തുടർന്ന് തീർത്ഥകേന്ദ്രം ദീപാലങ്കാരത്തിന്റെയും നിലപ്പന്തലുകളുടെയും സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് TS തീനോജ് നിർവഹിച്ചു. രാത്രി 7:30 ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് രാമനാഥപുരം രൂപതയിലെ നവവൈദികർ കാർമ്മികരാകും. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണം, വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദം. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേര് മത്സരവും നടക്കും. തിരുനാൾ ദിനമായ മെയ് 4 ഞായറാഴ്ച രാവിലെ 5:30-നും 7-നും 8:30-നും വൈകിട്ട് 4-നും തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാനയുണ്ടാകും. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിജോ ചിറ്റ്ലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 6 മണിക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാന. 6:45-ന് ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 9 മണിക്ക് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. മെയ് 5 തിങ്കളാഴ്ച രാവിലെ 7:30-ന് റാസ കുർബാനയും ഒപ്പീസ് എന്നീ തിരുകർമ്മങ്ങളുണ്ടാകും. മറ്റം ഇടവകാംഗമായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമവും നടക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, CK ജോയ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, പബ്ലിസിറ്റി കൺവീനർ PT സേവി എന്നിവർ നേതൃത്വം നൽകും. പ്രശസ്ത സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ശനിയാഴ്ച നടക്കും. സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണു പ്രസാദ്. വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും അദ്ദേഹത്തെ പരിചയം. വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS, പതാക, മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. പിന്നീട് സീരിയലുകളിലും വിഷ്ണു പ്രസാദ് സജീവമായിരുന്നു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ യൗസേ പിതാവിന്റെയും കന്യകാമറിയത്തിന്റെയും സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ സമാപിച്ചു. കുർബാനയ്ക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തോടെയാണ് തിരുനാളിന് സമാപനമായത്. ഫാൻസി വെടിക്കെട്ടും ഗാനമേളയും നടന്നു. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ് വിൻസൺ, ആളൂർ ഔസേപ്പ് ലേവി, ചിറയത്ത് ആൻസൺ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബശ്രീ അരങ്ങ് 2025 ചാവക്കാട് ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ലസ്റ്റർ കലോത്സവത്തിന് തുടക്കമായി. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ വലിയകത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, വിജിത സന്തോഷ്, ജാസ്മിൻ ഷഹീർ, സാലിഹ ഷൌക്കത്ത്, ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് എന്നിവർ സംസാരിച്ചു.
കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ പ്രസാദ് സ്വാഗതവും ചാവക്കാട് നഗരസഭ CDS ചെയർപേഴ്സൺ ജിന രാജീവ് നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ അംഗങ്ങളുടെ കലാസാഹിത്യ മത്സരങ്ങളും ഉണ്ടായി. KSCB WA കുന്നംകുളം ഡിവിഷൻ ജനറൽ ബോഡി യോഗം നഗരസഭാ ടൗൺ ഹാളിൽ ചേർന്നു. യോഗത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് VK ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ NK അജയൻ, AM സിദ്ദിഖ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഡിവിഷൻ സെക്രട്ടറി PK ദിനേശ് റിപ്പോർട്ടും ഡിവിഷൻ ട്രഷറർ ലീന ധർമ്മരത്നം വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി CB ഷിഹാബ് അനുശോചനം അറിയിച്ചു. യോഗത്തിന് ജോയിന്റ് സെക്രട്ടറി VK മോഹനൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജിത്ത് നറേരി നന്ദിയും പറഞ്ഞു. 2025 മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. കുന്നംകുളം നഗരസഭ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ OP സേവനങ്ങൾ ഡിജിറ്റലൈസേഷൻ ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോപ്പതി DMO ഡോക്ടർ ലീന റാണി മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർ മിനി മോൺസി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് രോഗികൾക്ക് ഡിജിറ്റലൈസേഷൻ സേവനങ്ങൾ ലഭിക്കുക. രോഗികളുടെ രജിസ്ട്രേഷൻ, രോഗവിവരങ്ങൾ രേഖപ്പെടുത്തൽ, മരുന്നുകളുടെ നിർദ്ദേശങ്ങൾ തുടങ്ങിയവയാണ് ഡിജിറ്റലൈസേഷനിലൂടെ നടപ്പാക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വന്നേരി ചേരപ്പറമ്പിൽ സുബൈർ ജസീന ദമ്പതികളുടെ മകൾ 14 വയസ്സുള്ള റനയാസ്മിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഖബറടക്കം നടത്തി. വന്നേരി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 22ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. പ്രദക്ഷിണത്തിന് ശേഷം ഘോഷയാത്ര യജ്ഞമണ്ഡപത്തിൽ സമാപിച്ചു. തുടർന്ന് യജ്ഞവേദിയിൽ സ്വയംവര ചടങ്ങുകൾ നടന്നു. മംഗളഗാനങ്ങൾ, മംഗളാരതി, നൃത്തനൃത്യങ്ങൾ, കൈകൊട്ടിക്കളി എന്നിവയുണ്ടായി. ഭാഗവതാചാര്യൻ കോഴിക്കോട് മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരി, സഹ ആചാര്യ കാളക്കാട്ട് സാവിത്രി അന്തർജനം, പുല്ലൂർമന ഹരിനമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. കാളിയമർദ്ദനം, ശ്രീകൃഷ്ണ ബാലലീല, ബ്രഹ്മസ്തുതി, വിപ്രപത്നി മോക്ഷം, ഗോവർദ്ധനോദ്ധരണം, കംസവധം, രാസലീല, രുക്മിണി സ്വയംവരം എന്നീ പ്രധാന ഭാഗവത ഭാഗങ്ങളുടെ പാരായണവും തത്വവിചാരവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച പാരായണം, പ്രഭാഷണം, തത്വവിചാരം, വൈകിട്ട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന, കുടുംബക്ഷേമത്തിനും സമൂഹ നന്മയ്ക്കും വേണ്ടി സർവൈശ്വര്യ പൂജയും ഉണ്ടാകും. ഞായറാഴ്ച നടത്തുന്ന പ്രസാദ ഊട്ടോടെ സപ്താഹം സമാപിക്കും. കുന്നംകുളം ബെഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1975 SSLC ബാച്ചിന്റെ 50ാം വാർഷികം ആഘോഷിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മനയിൽ റിട്ടയേർഡ് അധ്യാപകൻ KK ശ്രീധരൻ മാസ്റ്റർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മുൻകാല അധ്യാപകരായ ശ്രീധരൻ, ജെയിംസ് എന്നിവരെ ആദരിച്ചു. ഡോക്ടർ രാജീവ് സ്വാഗതവും പ്രകാശ് വാസുദേവൻ നന്ദിയും പറഞ്ഞു. C കൃഷ്ണകുമാർ സംസാരിച്ചു. ഗുരുവായൂർ സൂപ്പർ ലീഗിൽ FC തിരുവത്ര കിരീടം നേടി. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ 21 മുതൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ റീബൽ എടക്കഴിയൂരിനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് FC തിരുവത്രയുടെ കിരീട നേട്ടം. സമാപന സമ്മേളനം മുൻ MLA KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. GSL ചെയർമാൻ GK പ്രകാശ് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാൻ TT ശിവദാസൻ, KS ഹംസ, ശങ്കുണ്ണി രാജ്, സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഹരിനാരായണൻ, പൊതുപ്രവർത്തകൻ KR സൂരജ്, സിനിമാ സംവിധായകൻ വിജീഷ് മണി, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. GSL കൺവീനർ ബാബുരാജ്, VK ഡൊമിനി, ദേവിക ദിലീപ്, CV ജെയ്സൺ, KP സുനിൽ, അരുൺ C മോഹൻ എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ബീച്ചിൽ അശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ അധികൃതരുടെ സാമ്പത്തിക താൽപര്യമാണെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ പറഞ്ഞു. നേതാക്കൾക്കൊപ്പം കടൽത്തീരം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപ പ്രദേശങ്ങളിലെല്ലാം കോടികൾ ചെലവഴിച്ച് കടൽഭിത്തി നിർമ്മിച്ചതെല്ലാം വൃഥാവിലായിട്ടും ശാസ്ത്രീയമല്ലാതെയും വേണ്ടത്ര പഠനങ്ങൾ നടത്താതെയും വീണ്ടും ഭിത്തി നിർമ്മിക്കാനുള്ള അധികൃതരുടെ നീക്കത്തിന് പിന്നിൽ സാമ്പത്തിക താൽപര്യമാണ്. വിവിധ പ്രദേശങ്ങളിൽ ഭിത്തി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിന് പരിസര പ്രദേശങ്ങളിൽ അതിശക്തമായ രീതിയിൽ കടലേറ്റം ഉണ്ടാവുകയും നിരവധി നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുള്ളതാണ്. ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിരുന്ന പെരിയമ്പലം ബീച്ച് നാമാവശേഷമായതും കാപ്പിരിക്കാട് ബീച്ചിൽ 2 റോഡുകൾ ഇല്ലാതായതും ഉൾപ്പെടെ വിവിധ നാശനഷ്ടങ്ങൾ കൺമുന്നിലുണ്ടായിട്ടുണ്ട്. ഇതൊന്നും മുഖവിലക്കെടുക്കാതെ മനഃപൂർവമായ ഉൾവലികളാണ് പിന്നാമ്പുറത്ത് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി AH സൈനുലാബിദ്,
ഭാരവാഹികളായ ലത്തീഫ് പാലയൂർ, അബ്ദുൾ വഹാബ്, വി മായിൻകുട്ടി, STU ജില്ലാ ജനറൽ സെക്രട്ടറി KK ഇസ്മായിൽ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത്, ജനറൽ സെക്രട്ടറി PA നസീർ, മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറിയായിരുന്ന CF ജെയിംസിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. കേച്ചേരിയിൽ നടന്ന അനുസ്മരണം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, KA സൈഫുദ്ദീൻ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, മുതിർന്ന നേതാവ് KP വിശ്വനാഥൻ, ലോക്കൽ കമ്മിറ്റി അംഗം PT ജോസ് എന്നിവർ സംസാരിച്ചു. CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറിയായിരുന്ന അദാനി ഗ്യാസ് പൈപ്പ് ലൈനിന് വേണ്ടിയെടുത്ത കുഴിയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞ് അപകടം സംഭവിച്ച് ചികിത്സയിലിരിക്കെ 2021 മെയ് 1 CF ജെയിംസ് വിട പറഞ്ഞത്. 4ാമത് ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും പങ്കെടുത്തു. 27 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഐനൂർ ഈസ്റ്റ് അങ്കണവാടിയിലെ സരോജിനി ടീച്ചർക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. കാട്ടകമ്പൽ പഞ്ചായത്ത് 7ാം വാർഡ് ഐനൂർ ഈസ്റ്റ് 57 നമ്പർ അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന ഏലംകുളത്ത് സരോജിനി ടീച്ചർക്കാണ് നാടിന്റെ സ്നേഹാദരമായ യാത്രയയപ്പ് നൽകിയത്. ഐനൂർ PPC പൂരസംഘം ഹാളിൽ നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും അങ്കണവാടി പൂർവ്വ വിദ്യാർത്ഥിയുമായ മിന്റോ റെനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ഹരിദാസൻ വിശിഷ്ടാതിഥിയുമായി. ICDS സൂപ്പർവൈസർ വിനീത, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടീച്ചറെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണിയിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉപഹാരം നൽകിയും ആദരിച്ചു. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമ്മാനങ്ങൾ നൽകി. സരോജിനി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ വായനാ വസന്തം പദ്ധതിക്ക് തുടക്കമായി. എല്ലാ വീടുകളിലുമെത്തി വായനക്കാരിലേക്ക് പുസ്തകങ്ങൾ നേരിട്ടെത്തിക്കുക എന്നതാണ് വായന വസന്തം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. സെക്രട്ടറി അജു നെല്ലുവായ്, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു, എരുമപ്പെട്ടി പഞ്ചായത്ത് 3ാം വാർഡ് മെമ്പർ MK ജോസ്, കണ്ണൻ നെല്ലുവായ്, സ്മിത രമേശ്, പ്രദീപ് നമ്പീശൻ, ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം തിരുനാളിനോടനുബന്ധിച്ച് വൈദിക പട്ടം സ്വീകരിച്ച ഇടവകാംഗമായ നവവൈദികൻ ഫാദർ മെൽവിൻ ചൊവ്വല്ലൂരിന് സ്വീകരണം നൽകി. തീർത്ഥകേന്ദ്രത്തിനോട് ചേർന്നുള്ള നിത്യസഹായ മാതാ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, കൈക്കാരൻ CK ജോയ്, മതബോധനം പ്രിൻസിപ്പൽ VK ജോർജ്, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ MJ ജോഷി എന്നിവർ സംസാരിച്ചു. ഇടവക സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ നവവൈദികനുള്ള ഉപഹാരം കൈമാറി. നിത്യസഹായ മാതാവിനെക്കുറിച്ചുള്ള ഗാനം രചിച്ച സിജോ മാസ്റ്റർ തിരൂരിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഹെറിൻ സ്റ്റെൽസൺ, ആദിയ ജോബി, ഏഞ്ചലീന ഡിറ്റോ, എൽഗ റോസ്, VC ഗ്ലാഡ്രിയ ജോൺ, എമി റോസ്, P നവ്യമോൾ, ജോസ്ന ജിദിൻ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ നൃത്ത അരങ്ങേറ്റവും നടന്നു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ മുതൽ നടന്ന ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 5-ന് കുട്ടഞ്ചേരി അയ്യപ്പസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സതീശൻ ആൻഡ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തുമ്പിൽ ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ താലം എഴുന്നള്ളിച്ച് 7 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 7:30 മുതൽ കൊടുമ്പ് അനന്തൻ നയിച്ച തായമ്പകയും രാത്രി 8:30 മുതൽ ശാസ്താംപാട്ടും ഉണ്ടായിരുന്നു. അന്നദാനവും നടന്നു. എരുമപ്പെട്ടി
ഒഡിയ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ഏകദിന ക്യാമ്പ് നടത്തി. പാസ്റ്റർ രാഹുൽ കുമാർ ഡിഗൽ അധ്യക്ഷനായി. എരുമപ്പെട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോജു തറയിൽ എന്നിവർ മുഖ്യാതിഥികളായി. ഡെന്നി ജോൺ പാലക്കാട് ആകർഷകമായ രീതിയിൽ മാജിക്കിലൂടെയും പപ്പറ്റ് ഷോയിലൂടെയും ലഹരിക്കെതിരെ കുട്ടികൾക്കായി സന്ദേശം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ സുധീഷ് പറമ്പിൽ, പൊതുപ്രവർത്തക സഫീന അസീസ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി വിവിധ ഗെയിമുകൾ, ആക്ഷൻ സോങ്, മോട്ടിവേഷൻ ക്ലാസുകൾ, സമ്മാനദാനം എന്നിവ നടന്നു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. നിരവധി കുട്ടികൾ ഏകദിന ക്യാമ്പിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ഒഡിയ ഫുൾ ഗോസ്പൽ ചർച്ച് ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇതാണോ ശാസ്ത്രീയ സംഗീതം? ഈ നമ്മുടെ കൂട്ടുകാർ പാടില്ല, നന്നായിട്ടൊന്ന് പാടിക്കേ. സുവിശേഷകൻ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വെക്കേഷൻ ബൈബിൾ ക്ലാസ് ശനിയാഴ്ച സമാപിക്കും. ഏപ്രിൽ 29-നാണ് VBS ആരംഭിച്ചത്. പെങ്ങാമുക്ക് ബ്രദറൻ ബദേൽ ഹാളിൽ നടക്കുന്ന അവധിക്കാല ക്യാമ്പ് സഭയിലെ എൽഡർ CI ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. അബ്രഹാം ബേബിയുടെ ഏകോപനത്തിൽ നടക്കുന്ന VBSൽ 150ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ. ബൈബിൾ പാഠങ്ങൾ, പുതുപുത്തൻ പാട്ടുകൾ, രസകരമായ ഗെയിമുകൾ, ആക്ഷൻ ക്ലാസുകൾ, കഥകളുടെ അവതരണം തുടങ്ങിയവയെല്ലാം നടന്നു വരുന്നുണ്ട്. ശനിയാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. സമ്മാനദാനവും സ്നേഹവിരുന്നും ഉണ്ടാകും. ആനക്കര കൂടല്ലൂരിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടല്ലൂർ കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ 16 വയസ്സുള്ള ഇബ്രാഹിം ബാദുഷയെയാണ് വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഖബറടക്കം കൂടല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ചാവക്കാട് മുല്ലത്തറ ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിൽ രക്താർബുദ ബാധിതനായ ദിൽരഹാന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് തുക കൈമാറി. സമിതി സ്വരൂപിച്ച 25,040 രൂപ സമിതി സെക്രട്ടറി CN പ്രസാദ്, NK അക്ബർ MLAക്ക് കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, നഗരസഭാ കൌൺസിലർ KP രഞ്ജിത് കുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് മുല്ലത്തറ ജീവകാരുണ്യ സമിതി. കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ബ്രഹ്മോത്സവം മെയ് 2 മുതൽ 9 വരെയുള്ള ദിനങ്ങളിലായി നടത്തും. മെയ് 2-ന് മഹാഗണപതി ഹോമത്തോടെ ആചാര്യവരണവും അനുബന്ധ പൂജകളുമായി തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. മെയ് 4 ഞായറാഴ്ച രാത്രി കൊടിയേറ്റം നടത്തും. അന്നേ ദിവസം രാവിലെ ബ്രഹ്മകലശാഭിഷേകവും നടക്കും. മെയ് 7-ന് ഉത്സവബലി, 8-ന് പള്ളിവേട്ട, 9 വെള്ളിയാഴ്ച ഭഗവാൻ പുറത്തേക്കെഴുന്നള്ളി ഗ്രാമപ്രദക്ഷിണം നടത്തും. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ താന്ത്രിക അനുഷ്ഠാന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 6:30-ന് മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. സമാദരണ ഉപഹാര വിതരണം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് നിർവഹിക്കും. വാർഡ് കൌൺസിലർ VK സുജിത്, ഗുരുവായൂർ ക്ഷേത്രം കലാനിലയം സൂപ്രണ്ട് മുരളി പുറനാട്ടുകര തുടങ്ങി വിശിഷ്ട വ്യക്തികൾ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൃഷ്ണനാട്ടം കലാകാരന് നൽകുന്ന ശ്രീ മാനവദേവ സുവർണമുദ്ര ഉന്നത പുരസ്കാരം ഇത്തവണ നേടിയിട്ടുള്ള തിരുവെങ്കിടാചലപതി ക്ഷേത്ര ഭരണസമിതി അംഗവും കലാനിലയം ചുട്ടി വിഭാഗം മേധാവിയുമായ രാജു കലാനിലയത്തിന് ചടങ്ങിൽ അനുമോദിക്കും. തുടർന്ന് വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വിശേഷാൽ തായമ്പകയിൽ മെയ് 6-ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, 5-ന് ഗുരുവായൂർ ഗോപൻ മാരാർ, 7-ന് കോട്ടപ്പടി രാജേഷ് മാരാർ എന്നിവരും ഉത്സവമേളത്തിന് കോട്ടപ്പടി സന്തോഷ് മാരാരും നേതൃത്വം നൽകും. വിവിധ ദിനങ്ങളിൽ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവ ദിനങ്ങളിൽ അന്നദാനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ ശശി വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാറനാട്ട്, വിനോദ് കുമാർ അകമ്പടി, E രാജു, ഹരി കൂടത്തിങ്കൽ, ശിവൻ കണിച്ചാടത്ത്, മാനേജർ P രാഘവൻ നായർ എന്നിവർ അറിയിച്ചു. പുന്നേർകുളം പഞ്ചായത്തിലെ AO നാക്കോല റോഡിന്റെയും കലുങ്കിന്റെയും നിർമ്മാണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ആവശ്യപ്പെട്ടു. ഏപ്രിൽ 30-ന് മുമ്പ് പണിതീർക്കുമെന്ന NK അക്ബർ MLAയുടെ വാക്ക് പാഴ്വാക്കായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും എത്രയും പെട്ടെന്ന് റോഡിന്റെയും കലുങ്കിന്റെയും നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അനിൽ മഞ്ചരമ്പത്ത് ആവശ്യപ്പെട്ടു. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷാജി തൃപ്പറ്റ്, KC രാജു, ഷീന സുരേഷ്, ശാന്തി സതീശൻ, മനീഷ് കുളങ്ങര, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും മണ്ഡലം പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു.
അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റോഡ് പണിക്ക് വന്ന വാഹനങ്ങൾ നിരന്തരം വന്നിട്ട് ഇവിടുത്തെ കലിങ്ക് തകരുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ കലിങ്ക് ഏകദേശം 200ഓളം ഏക്കറുള്ള പാടശേഖരത്തിൽ നിന്ന് വരുന്ന വെള്ളം ഈ വരുന്ന മഴക്കാലത്ത് ഒഴുകിപ്പോകുന്നത് ഈ വഴിയാണ്. ഈ കലിങ്ക് മൂടുന്നതോട് കൂടിയിട്ട് ഈ പ്രദേശത്തെ വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കുത്തിക്കയറുന്നൊരു സാഹചര്യം ഉണ്ടാകും. ശാസ്ത്രീയമായിട്ട് വെള്ളം പോകാനുള്ള സാഹചര്യം ഒരുക്കണം. മാത്രമല്ല, വർഷങ്ങളായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ഉടനടി അറുതി വരുത്തിയില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായിട്ട് ഇവിടെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും. ഈ കഴിവുകെട്ട MLA-ക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ BJP സംഘടിപ്പിക്കും. മെയ് 4 നടക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യവുമായി കടവല്ലൂർ പഞ്ചായത്ത് ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വിളംബര ജാഥ നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥയുടെ ഫ്ളാഗ് ഓഫ് ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ നിർവഹിച്ചു. അക്കിക്കാവ് ചുറ്റി പെരുമ്പിലാവിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ജില്ലാ ഭാരവാഹിയും മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഉഷ പ്രഭുകുമാർ സംസാരിച്ചു. CPM നേതാക്കളായ M ബാലാജി, MN മുരളീധരൻ, MK മോഹൻ, PI രാജേന്ദ്രൻ, KA സുധീർ, KA അജിത് കുമാർ, KB ജയൻ, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. മെയ് 4 കടവല്ലൂർ മുതൽ അക്കിക്കാവ് വരെ 5000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് CPM പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. മെയ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി INTUC എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചുമട്ട് തൊഴിലാളി യൂണിയൻ അംഗങ്ങളുടെ തൊഴിലാളി സംഗമം നടത്തി. യൂണിയൻ പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, MC ഐജു, TK ഭാസ്കരൻ, ET ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. TK ദേവസി പ്രസിഡന്റ്, PS സുനീഷ് വൈസ് പ്രസിഡന്റ്, MC ഐജു സെക്രട്ടറി, MK സിറാജുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി, ET ഫിലിപ്പ്, TM വിൻസൻ, NM ഗിരീഷ് തുടങ്ങിയവരെ യൂണിറ്റ് ലീഡർമാരായും തെരഞ്ഞെടുത്തു. ഇടം സാംസ്കാരിക വേദിയുടെ വാർഷിക സമ്മേളനം പന്നിത്തടം സുഹറ ഓഡിറ്റോറിയത്തിൽ നടന്നു. എഴുത്തുകാരി അനു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന പ്രത്യയശാസ്ത്രം മാനവികതയാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത നിരന്തരം നീതിക്കായി പോരാടേണ്ടി വരുന്നതായും അനു പാപ്പച്ചൻ അഭിപ്രായപ്പെട്ടു. പ്രത്യേകിച്ചും ഈ വക ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങളിലേക്ക് പോകാതെ വളരെ സാധാരണമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഈ വർഗീയതയുടെ അജണ്ട ബോധപൂർവം കൊണ്ടുവരികയും തമ്മിൽ തല്ലുന്ന തരത്തിലുള്ള, വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള, ചിതറിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് സംഘടന എടുത്തു നോക്കൂ. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം ഇവിടെ മതത്തിൻ്റെ പേരിൽ തുടർന്നു പോകുന്ന സംഘടനകളെക്കുറിച്ച്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, സംഘടന കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ സംഘടന പോലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് അധ്യക്ഷയായി. സെക്രട്ടറി KP ജയൻ, സുധീഷ് പറമ്പിൽ, KN നാരായണൻ, KR രാധിക, KM അക്ബർ അലി, EK മിനി, PT സുശാന്ത്, ഷൌക്കത്ത് കടങ്ങോട് എന്നിവർ സംസാരിച്ചു. 4 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആശ്രയമായ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർത്തിവെച്ച കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കണമെന്നും വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പരിധിയിലെ ഡിജിറ്റൽ സർവേ ഉടൻ പൂർത്തിയാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ പ്രസിഡന്റായി EK മിനി, വൈസ് പ്രസിഡന്റുമാരായി KM അക്ബർ അലി, KR രാധിക, സെക്രട്ടറിയായി ഷൌക്കത്ത് കടങ്ങോട്, ജോയിന്റ് സെക്രട്ടറിമാരായി പ്രീതി രാജേഷ്, PT സുശാന്ത്, ഫിനാൻസ് സെക്രട്ടറിയായി KM നാരായണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. CPIM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മെയ് 4 5000 പേരെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം സാഹിത്യ സംഗമം നടത്തി. കല്ലുംപുറം സെന്ററിൽ നടന്ന സാഹിത്യ സംഗമത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ നിർവഹിച്ചു. പ്രശസ്ത നാടക കഥകളി കലാകാരൻ പീശപ്പള്ളി രാജീവൻ മുഖ്യ അതിഥിയായി. രഘുമാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ കലാ, സാഹിത്യ, സാമൂഹിക, രാഷ്ട്രീയ മേഖലയിലുള്ള ഡോക്ടർ ഉമ്മർ അലി, സുധീർ പെരുമ്പിലാവ്, മുഹമ്മദ് പട്ടിക്കര, ശിവൻ കടവല്ലൂർ, ഡോക്ടർ ജിജി പോൾ, മുഹമ്മദ് കുട്ടി ശാന്തിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു. മയക്കുമരുന്ന് എന്ന സാമൂഹ്യ വിപത്തിനെതിരെ നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KHRA അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനും പ്രചരണ പോസ്റ്റർ പുറത്തിറക്കിയത്. സംഘടനാ പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ഗുരുവായൂർ നടന്ന ചടങ്ങിൽ എക്സൈസ് സബ് ഇൻസ്പെക്ടർ സുദർശൻ പോസ്റ്റർ
പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന നേതാക്കളായ സി ബിജുലാൽ, ജി കെ പ്രകാശ്, രവീന്ദ്രൻ നമ്പ്യാർ, NP അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. ആൽത്തറ ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വൈശാഖ ഏകാദശി മഹോത്സവം മെയ് 3 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ശുദ്ധികലശത്തോടെയാണ് വൈശാഖ ഏകാദശി മഹോത്സവത്തിന് തുടക്കമായത്. ഞായറാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം ഗോവിന്ദപുരം ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, കലശം തുടങ്ങി വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും. തുടർന്ന് 10 മണിക്ക് താലത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ കൊടിമര ഘോഷയാത്രയും 5 മണിക്ക് കൊടിക്കൂറ വരവേൽപ്പും തുടർന്ന് ഉത്സവാഘോഷ കലാപരിപാടികളുടെ ഉദ്ഘാടനവും നടത്തും. തുടർന്ന് നൃത്താഞ്ജലി, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടത്തും. തിരുവാതിരക്കളി, ഭക്തിഗാനം എന്നിവയും അരങ്ങേറും. രണ്ടാം വിളക്ക് ദിവസമായ മെയ് 5-ന് രാവിലെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് നൃത്തസന്ധ്യ എന്നിവയും വിളക്കിനെഴുന്നള്ളത്തും ഉണ്ടാകും. ചൊവ്വാഴ്ച തിരുവാതിരക്കളി, ഭക്തിഗാനം, ക്ലാസിക്കൽ മ്യൂസിക് എന്നിവ നടക്കും. 7 മണിക്ക് പാതിരാക്കുന്നുമന കൃഷ്ണകുമാർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലി ദർശനം ഉണ്ടാകും. ഉത്സവബലി ദിവസമായ 4-ാം വിളക്ക് നാളിൽ 10:30-ന് ഉത്സവബലി ദർശനവും വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ദ്വാദശി ആറാട്ട് ദിവസം പതിവ് പൂജകൾക്ക് ശേഷം ആറാട്ടുബലി, കൊടിയിറക്കൽ, ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളത്തും പ്രത്യേക പൂജകളുമുണ്ടാകും. വൈകിട്ട് 4:30-ന് ദേശപ്പൂരം കിഴക്കേ നടയിലെ ആലിൻ ചുവട്ടിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും. രാത്രി 7 മണിക്ക് ആൽത്തറ ഓട്ടോ ഡ്രൈവേഴ്സ് സംഘടിപ്പിക്കുന്ന ഗാനമേളയും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ട്രസ്റ്റ് ചെയർമാൻ രാജേഷ് കടാമ്പള്ളി, പ്രസിഡന്റ് KB സുകുമാരൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ പൊലിയത്ത്, ജോയിന്റ് ട്രഷറർ MG സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരി എഴുത്തുപുരയ്ക്കൽ, സുരേഷ് നടുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100ന്റെ നിറവിലെത്തിയ കൊങ്ങണൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഊരാളൻ കുടുംബാംഗവും ക്ഷേത്ര കമ്മിറ്റി സ്ഥിരം അംഗവുമായ കൊങ്ങണൂർ കോവിലകം സുഭദ്ര ടീച്ചറെ ആദരിച്ചു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് ആദരമൊരുക്കിയത്. വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൊങ്ങണൂർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KA ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ പുരസ്കാര സമർപ്പണം നടത്തി. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, വാർഡംഗം അഖില മുകേഷ്, മാതൃസമിതി അംഗം ശകുന്തള ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. സുഭദ്ര ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി KS ഷാജി സ്വാഗതവും വൈസ് പ്രസിഡന്റ് VC പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ബാലസംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വേനൽ തുമ്പികൾ കലാജാഥയ്ക്ക് പോർക്കുളം അഗതിയൂരിൽ സ്വീകരണം നൽകി. DVM സ്കൂൾ മൈതാനിയിൽ നൃത്തശില്പത്തോടെയാണ് സ്വീകരണ യോഗത്തിന് തുടക്കമായത്. ശ്രിത ക്യാപ്റ്റനും സൂരജ് വൈസ് ക്യാപ്റ്റനുമായുള്ള കലാജാഥയിൽ 25ഓളം അംഗങ്ങളാണുള്ളത്. ബാലസംഘം ഏരിയ സെക്രട്ടറി അമീൻ, പ്രസിഡന്റ് ഭാഗ്യ, PK ഷബീർ, രമേഷ് ചൂണ്ടൽ, ഒലീവ ബാലൻ, സഹല തുടങ്ങിയവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അഗതിയൂരിൽ നടന്ന സ്വീകരണത്തിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രിയേഷ്, അരവിന്ദാക്ഷൻ, MA അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. നിനക്ക് ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ നിനക്ക് എന്നെ ഇഷ്ടമാണ്? എനിക്ക് നിന്റെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമേ അല്ല. നിനക്ക് ഈ നാളത്തിൽ ഈ ഡയലോഗ് മാത്രമല്ല, വേറെ ഡയലോഗുകളൊന്നുമില്ല. അന്നാ ഞാൻ ഡയലോഗ് മാറ്റി പറയാം. വേഗം 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 പറ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. പഴഞ്ഞി കാഞ്ഞിരമുക്ക് MG സ്കൂളിലെ പുതിയതായി നിർമ്മിച്ച പാർക്കിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. രാവിലെ 10:30-ന് വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടികളുടെ മാനസികോല്ലാസത്തിന് പ്രാമുഖ്യം നൽകിയാണ് പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. കുട്ടികൾക്ക് കളിക്കാനായുള്ള സൗകര്യങ്ങളും പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സുവിശേഷ യോഗം കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ നടക്കുന്ന യോഗത്തിൽ AM തോമസ് കോലഞ്ചേരി ദൈവവചനം ശുശ്രൂഷിക്കും. വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി വെൽഫെയർ പാർട്ടി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് മണലി നയിച്ച പദയാത്ര സമാപിച്ചു. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന തലക്കെട്ടിൽ നടത്തിയ സാഹോദര്യ പദയാത്ര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മണലി സെന്ററിൽ സമാപിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം KK ഷാജഹാൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് മണലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം നവാസ് എടവിലങ്ങ് മുഖ്യപ്രഭാഷണം നടത്തി.
മെഹത്തി താജർ, അബ്ദുൾ വാഹിദ് എന്നിവർ സംസാരിച്ചു. നേരത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് TM കുഞ്ഞിപ്പ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് പദയാത്രയ്ക്ക് തുടക്കമായത്. യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നവീകരിച്ച ഡിസ്ചാർജ് ബില്ലിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ആശുപത്രി സെക്രട്ടറി KP സാക്സൺ നിർവഹിച്ചു. ട്രഷറർ മോൺസി എബ്രഹാം, അഡ്മിനിസ്ട്രേറ്റർ CS ഡിക്സൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആശുപത്രിയിലെ ഡോക്ടർമാർ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ജീവനക്കാരും സംബന്ധിച്ചു. ലോക തൊഴിലാളി ദിനത്തിൽ SBI ലൈഫ് പട്ടാമ്പി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ടീം ലയൺസ് ആൻഡ് ടീം ചാമ്പ്യൻസ് സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റ് പട്ടാമ്പി താലൂക്ക് തല മെഗാ തിരുവാതിരക്കളി മത്സരത്തിൽ ചാലിശ്ശേരി, പടിഞ്ഞാറെ പട്ടിശ്ശേരി കൃഷ്ണകൃപ കൈക്കുട്ടിക്കളി സംഘത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ നടന്ന മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. കൾച്ചറൽ ഫെസ്റ്റിൽ പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ S അൻഷാദ്, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി കൊടുമുണ്ട, SBI ലൈഫ് പാലക്കാട് സീനിയർ ഡിവിഷൻ മാനേജർ TD സതീഷ്, പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ CD ദിലീപ്, ഉപകരണ സംഗീത അധ്യാപകൻ BV വാസുദേവൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം: ചാലിശ്ശേരി, പടിഞ്ഞാറെ പട്ടിശ്ശേരി, വെറൂർ നെച്ചിക്കൽ പരേതനായ കുട്ടിക്കൃഷ്ണൻ നായരുടെ ഭാര്യ പാറുക്കുട്ടിയമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ രാഘവൻ, മോഹൻദാസ്, വിജയലക്ഷ്മി, ഹരിദാസ് എന്നിവർ മക്കളാണ്. അഞ്ഞൂർക്കുന്ന് തലക്കാട്ട് പരേതനായ സഹദേവൻ ഭാര്യ രാധ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഷാജി, മനോജ്, രാജി എന്നിവർ മക്കളാണ്. നെല്ലുവായി തെക്കുമുറി പരമേശ്വരൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ശോഭാനന്ദൻ, സദാനന്ദൻ, ശിവാനന്ദൻ, ജയാനന്ദൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്ര നിമിഷം: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മോദി. പദ്ധതിക്ക് വേണ്ട തുക വിനിയോഗിച്ചതിൽ മുമ്പിൽ സംസ്ഥാന സർക്കാർ എന്ന കണക്കുകൾ സഹിതം പ്രസംഗത്തിൽ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി. വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷം മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ. ശനിയാഴ്ച വൈകിട്ട് മുതൽ തിരുനാൾ കാഴ്ചകൾ CCTVയിൽ തത്സമയം. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. സംഭവം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ. പരിക്കേറ്റ ഡ്രൈവർ കൊണ്ടയൂർ സ്വദേശി മുരളിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അണ്ടത്തോട് ബീച്ചിൽ അശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ അധികൃതരുടെ സാമ്പത്തിക താൽപര്യമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ. പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് UDF നേതാക്കൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആനായ്ക്കൽ ചീരോത്ത് മാധവൻ മാസ്റ്റർ ഭാര്യ ജാനകി മാധവന്റെ 5ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.